For many of us who were not directly impacted by the tragedy, this was a huge event. നമ്മളിൽ പലർക്കും ഇതിനു മുമ്പ് ദുരന്തം നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത പലർക്കും ഇതൊരു അനുഭവ പാഠമായിരുന്നു. After the event, we went home to our family members. ഈ ദുരന്തത്തിന് ശേഷം കുടുംബങ്ങളിലേക്ക് അവരുടെ അംഗങ്ങളോടൊപ്പം തിരിച്ചു പോരാൻ we slept in our house. സ്വന്തം വീടിൽ കിടന്നുറങ്ങിയിരുന്നവർ. We played with our friends. സുഹൃത്തുക്കളും ഒന്നിച്ച് സമയം ചെലവഴിച്ചവർ. But for the people who were impacted by the tragedy, this was not an event. പക്ഷേ ഈ ദുരന്തം താങ്ങേണ്ടി വന്നവർക്ക് ചിത്രം അതായിരുന്നില്ല അവരുടെ മുമ്പിൽ വരച്ചു വെച്ചിരുന്നത്. This is a process that is going to remain with them for the rest of their life. അവരുടെ ജീവിതത്തിനും ഈ കാലശേഷം അവർക്കിനി മുന്നോട്ടുള്ള പാതയിൽ ഇതാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. They will look back on that day and remember maybe their father or their brother or their sister or their friend who's not there anymore. ആ ദുരന്തത്തിന്റെ ദിനങ്ങൾ ഓർത്തിട്ട് ജീവിതത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരും അവർ ചിലപ്പം ചിന്തിക്കുമായിരിക്കും, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ജീവിതാവസാനം വരെ അവരെ വിട്ടു പോകില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. They will carry this with them every day. They will remember this day for many years. ഈ ഉണങ്ങാത്ത മുറിവുകൾ അവരുടെ ജീവിതാന്ത്യം വരെ അവരുടെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കും. This ceremony today is a symbol, is a message to those people. അവർക്കുള്ളൊരു ലളിതമായ സ്നേഹം നിറഞ്ഞൊരു സന്ദേശമാണ് ഇന്ന് ഈ സംഗമവും ഈ ചടങ്ങും. That in this process of recovery, in this process of healing, we are with you. അതിജീവനത്തിന്റെ ഈ പാതയിൽ അവരോട് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ളത് അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. And for us it is not a one-day event that happened, because you are our family. അതൊരു ദിവസം കൊണ്ടുണ്ടായി തീർന്ന ഒന്നല്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ കുടുംബമാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്. And we are going to stand with you not once, not twice, but we are going to stand with you whenever you need us. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാ ഒരു ദുരന്തമുഖത്ത് ഈ ഒരു തവണയോ നാളെ വേറൊരു തവണയോ എന്നുള്ളതല്ല, എപ്പോഴെല്ലാം നിങ്ങൾക്ക് തോളോട് തോളുരുമി നിൽക്കാൻ ഞങ്ങൾ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. My sister was telling me in the car that she's not happy that this process had taken so long. My sister was telling me in the car that she's not happy that it has taken so long to do this. കാറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എൻ്റെ സഹോദരി എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു, ഇത് ഇത്രയും കാലതാമസം ഇതിനെടുക്കേണ്ടി വന്നതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ച്. There were complexities with the permissions, there were complexities with the land, other complexities. ഭൂമി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിലെ സാങ്കേതിക കുരുക്കുകളും നൂലാമാലകളും എല്ലാം ഇതിന്റെ മുന്നിൽ തടസ്സമായി നിന്നിരുന്നു. But now I hope that this project is completed as quickly as possible. ഇപ്പോ ഞാൻ ഉറച്ചു പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു, എല്ലാ നൂലാമാലകൾക്കും അപ്പുറത്തേക്ക് ഇത് അതിവേഗം പൂർത്തീകരിച്ച് ഈ 100 ഭവനങ്ങൾ അവരുടെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.